ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ 9th മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ പെയർസ് ഓഫ് ഇക്വേഷൻ സമവാക്യ ജോഡികൾ എന്ന ചാപ്റ്ററിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്: സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 68 ആൻഡ് ഡിഫറൻസ് ഈസ് 12. വിച്ച് ആർ ദ നമ്പേഴ്സ്? രണ്ട് സംഖ്യകളുടെ തുക 68ഉം വ്യത്യാസം 12ഉം ആണ്. സംഖ്യകൾ ഏതെല്ലാം? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്റേഴ്സിലെ ഇക്വേഷൻ ആണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ നെയിം, പെയർസ് ഓഫ് ഇക്വേഷൻ ആണ്. അപ്പോൾ ഇക്വേഷൻ വരണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ആ ഇക്വേഷനിൽ വേരിയബിൾ വേണം, കോൺസ്റ്റൻറ്റ് വേണം, ഈക്വൽ സൈൻ വേണം. ഇതെല്ലാം വന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ഇക്വേഷൻ ആവുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടില്ല ഏതൊക്കെ നമ്പേഴ്സിൻ്റെ സമ്മാണ് അല്ലെങ്കിൽ തുകയാണ് 68 എന്ന് നമുക്കറിയില്ല. അപ്പം നമ്മൾ അറിയാത്ത സംഖ്യകൾക്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക എക്സ്, വൈ എന്ന വേരിയബിൾസാണ്. 1 വേരിയബിൾ ആണെങ്കിൽ എക്സ് മാത്രം നമുക്ക് കൊടുക്കാം. ഇവിടെ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 1 നമ്പർ എന്നാണെങ്കിൽ നമുക്ക് എക്സ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആരൊക്കെ വേണം? എക്സും വേണം, വൈയും വേണം. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് നമ്പേഴ്സ് എക്സും വൈയും ആയിട്ട് എടുത്തിട്ടുണ്ട്. സംഖ്യകൾ എക്സും വൈയും. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ഒന്നും കൂടെ നോക്കാം. നമ്മളെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എന്താണ് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കുക. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 2 നമ്പേഴ്സ്, സം ഓഫ് 2 നമ്പേഴ്സാണ്. ഏതോ 2 നമ്പേഴ്സിൻ്റെ സമ്മ് 68 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്പേഴ്സിനെ നമ്മൾ എക്സും വൈയും ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എക്സും വൈയുടെ സമ്മല്ലേ 68 വരുന്നത്. നമുക്കറിയാത്ത നമ്പേഴ്സിനെ നമ്മൾ എക്സും വൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് എഴുതാം? എക്സിൻ്റെയും വൈയുടെയും സമ്മാണ് 68 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ മിസ് എഴുതാണ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 68. ഓക്കെ, നമുക്ക് രണ്ട് സംഖ്യകളുടെ തുക 68 ആണെങ്കിൽ തുക സമ്മ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്കവിടെ പ്ലസ് ആണ് യൂസ് ചെയ്യുക. അപ്പം നമ്മൾ ഫസ്റ്റ് എഴുതിയിട്ടുണ്ട് എക്സും വൈയും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 68 കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് സെൻറ്റൻസ് നോക്കിയേ. ആൻഡ് ഡിഫറൻസ് ഈസ് 12. എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 നമ്പേഴ്സിനെ പ്ലസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 68 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് 12 ആണ്. ഈ 2 സംഖ്യകളുടെ വ്യത്യാസം 12 ആണ്. ഡിഫറൻസ്, വ്യത്യാസം അവിടെ നമുക്ക് യൂസ് ചെയ്യുക. നമ്മളെപ്പോഴും മൈനസ് സൈൻ ആയിരിക്കും യൂസ് ചെയ്യുക. നമ്മുടെ ഒരു നമ്പറിൽ നിന്ന് മറ്റു നമ്പർ മൈനസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഡിഫറൻസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്പേഴ്സ് എക്സും വൈ ആണെങ്കിൽ എക്സിൻ്റെയും വൈയുടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 12 എന്നാണ്. എക്സിൻ്റെയും വൈൻ്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എക്സിൽ നിന്ന് വൈ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. ഇപ്പം നമുക്കിവിടെ 2 ഇക്വേഷൻസ് കിട്ടിയല്ലോ. ഇവിടെ ഇക്വേഷൻ ആയിട്ടുണ്ട് അല്ലേ? വേരിയബിൾസ് ഉണ്ട്, ഈക്വൽ സൈൻ ഉണ്ട്, കോൺസ്റ്റൻ്റ് ഉണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഓപ്പറേഷൻസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം വരുമ്പോഴാണ് ഇക്വേഷൻസ് ആവുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. 2 സമവാക്യങ്ങൾ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഈ സമവാക്യങ്ങൾക്ക് നമ്മൾ നമ്പർ കൊടുക്കുക. സമവാക്യം നമ്പർ 1 ആൻഡ് സമവാക്യം നമ്പർ 2. 2 ഇക്വേഷനും 2 സമവാക്യങ്ങൾക്കും നമ്മൾ നമ്പർ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2 വേരിയബിൾ ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണ് അല്ലേ? എക്സും വൈയും ഡിഫറെൻ്റ് ആണ് വേരിയബിൾസ്. ഈ 2-ൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ ഒഴിവാക്കണം, എലിമിനേറ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരു ലെറ്ററിനെ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 2 ലെറ്റേഴ്സിൻ്റെയും 2 വേരിയബിളിൻ്റെയും സൈന് ശ്രദ്ധിക്കാം. സൈൻ ഏതാണെന്ന് നോക്കാം. ഇവിടെ എക്സിൻ്റെ സൈന് പ്ലസ് ആണ്, വൈയും ഈ എക്സും പ്ലസ് ആണ്. 2 എക്സിൻ്റെയും സൈന് പ്ലസ് ആണ്. നെക്സ്റ്റ് വൈയുടെ സൈനുകൾ നോക്കിയേ. വൈ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണ്. ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ആണ് അല്ലേ? ഡിഫറെൻറ്റ് സൈനുകളാണ്, ഡിഫറെൻറ്റ് ചിഹ്നങ്ങളാണ്. ഒന്ന് കൂട്ടണം എന്നാണെങ്കിൽ ഒന്ന് കുറയ്ക്കണം എന്നാണ്. മൈനസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് നമുക്ക് വരുമ്പോൾ, ഡിഫറെൻറ്റ് ചിഹ്നങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മൾ അവിടെ എപ്പോഴും ചെയ്യേണ്ടത് അവിടെ പ്ലസ് ആണ് ചെയ്യേണ്ടത്. ഈ 2 സമവാക്യങ്ങളെയും കൂട്ടിയിട്ട് പ്ലസ് ചെയ്യും. ഡിഫറെൻറ്റ് സൈനുകൾ വന്നാൽ നമുക്കവിടെ 2 ഇക്വേഷൻസും കൂടെ 2 സമവാക്യങ്ങളും കൂടെ പ്ലസ് ചെയ്യാം. പ്ലസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വൈ അവിടെ നിന്ന് എന്തായി പോകും? ഒഴിവായിട്ട് പോകും. എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്കൊന്ന് പ്ലസ് ചെയ്ത് നോക്കാമല്ലോ. അതല്ല, ഇവിടെ രണ്ടിടത്തും സെയിം
ഓപ്പറേഷൻസ് ആണ്. സെയിം സൈനുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ മൈനസ് ആണ് ചെയ്യുക. ഇവിടെ ഇപ്പം എക്സ് 2 പ്ലസ് ആണ് അല്ലേ, 2 പ്ലസ് ആകുന്ന സമയത്ത് മൈനസ് ചെയ്യുന്ന സമയത്താണ്, ഒരു ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഏതെങ്കിലും ഒരു നമ്പർ ഒഴിവായി പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നമുക്കൊന്ന് പ്ലസ് ചെയ്ത് നോക്കാം. നമ്മൾ എന്താ ചെയ്യുന്നത്, ഒന്നാമത്തെ സമവാക്യത്തിന് രണ്ടാമത്തെ സമവാക്യം കൊണ്ട് പ്ലസ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2. ഫസ്റ്റ് ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷൻ കൊണ്ട് പ്ലസ് ചെയ്യുന്നു. ഫസ്റ്റ് വരുന്നത് എക്സ് എന്ന വേരിയബിൾസ് അല്ലേ, എക്സ് ആണ്. എക്സിൻ്റെ കൂടെ കോഎഫിഷ്യൻറ്റ് 1 ആയിരിക്കും. എക്സ് മാത്രം വരികയാണെങ്കിൽ, വേരിയബിൾ മാത്രമാണ് അവിടെ കാണുന്നതെങ്കിൽ അതിൻ്റെ കൂടെയുള്ള കോഎഫിഷ്യൻറ്റ് എപ്പോഴും 1 ആയിരിക്കും. എക്സ് പ്ലസ് എക്സ്, എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 2x ആണ്. എക്സാമ്പിളായിട്ട് എൻ്റെ കയ്യിൽ 2 മാർക്കർ കാണുന്നുണ്ടല്ലേ, ഒരു മാർക്കർ പ്ലസ് രണ്ടാമത്തെ മാർക്കർ, 2 മാർക്കർ എന്നല്ലേ വരിക. അതേ മെത്തേഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു എക്സ് പ്ലസ് രണ്ടാമത്തെ എക്സ്, എക്സ് പ്ലസ് എക്സ് 2x, 2x. ഇനി നമുക്ക് നെക്സ്റ്റ് y ആണ് വരുന്നത്. വൈനെ നമുക്ക് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം അല്ലേ, പ്ലസ് ചെയ്യണം. പ്ലസ് വൈയും മൈനസ് വൈയും കൂടെ പ്ലസ് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് പോകും, രണ്ടും കൂടെ കട്ടായിട്ട് പോകും. അവിടെ നമുക്ക് 0 ആണ് കിട്ടുന്നത്. 0 നമുക്ക് അവിടെ എഴുതണ്ട. അപ്പം നമുക്ക് y എന്തായിട്ട് പോയി, എലിമിനേറ്റ് ആയിട്ട് പോയി. ഇനി 68 പ്ലസ് 12, 68നെ 12 കൊണ്ട് പ്ലസ് ചെയ്യാം. 8 പ്ലസ് 2 10, 0, 1 പ്ലസ് 6 7, 7 പ്ലസ് 1 8, 18 എന്ന് കിട്ടി. 2x ആണ് 18 അല്ലേ. എക്സ് അല്ല നമുക്ക് വേണ്ടത്, എക്സിൻ്റെ വാല്യൂ ആണ്. നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്, എക്സും വൈയും ആണ്. നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത് എക്സും വൈ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് 2xൻ്റെ വിലയല്ല നമുക്ക് വേണ്ടത്, 2xൻ്റെ വിലയല്ല നമുക്ക് വേണ്ടത്, എക്സിൻ്റെ വിലയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ 2 എന്നുള്ളത് 2ഉം എക്സും കൂടെ ഒന്നിച്ച് വരുന്ന സമയത്ത് അവിടെ മൾട്ടിപ്ലിക്കേഷനാണ് നടക്കുന്നത്. 2x എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് എന്നാണ് നമ്മൾ പറയുക. അതിന് നമുക്ക് ഇൻറ്റുൻ്റെ സൈൻ അവിടെ യൂസ് ചെയ്യാറില്ല മൾട്ടിപ്ലിക്കേഷൻ ടൈമിൽ. അപ്പോൾ 2x അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മുടെ ഈക്വൽ സൈനിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ, RHS സൈഡിലേക്ക്, നമ്മുടെ ഈക്വൽ സൈനിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പോസിറ്റിലേക്ക് പോകുമ്പോൾ ഡിവിഷനായിട്ട് മാറും. അപ്പോൾ ഇവിടെ എക്സ് മാത്രമായിട്ട് മാറി. ഇവിടെ 18 ഓൾറെഡി 18 അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, 80 അവിടെ ഓൾറെഡി ഉള്ള നമ്പറാണ്. ഇനി നമ്മുടെ എക്സിൻ്റെ കൂടെയുള്ള 2 ഉണ്ടായിരുന്നു അല്ലേ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അത് നമ്മുടെ സമത്തിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ അത് ഡിവിഷനായിട്ട് മാറും, ഹരണമായിട്ട് മാറും. ഇവിടെ ഗുണനമാണെങ്കിൽ അത് ഓപ്പോസിറ്റ് പോകുമ്പോൾ ഹരണമായിട്ട് മാറും. 18 ഡിവൈഡഡ് ബൈ 2, 18നെ 2 കൊണ്ട് ഹരിക്കണം. 80യെ 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അറിയാം, ഏത് നമ്പേഴ്സിനെയും 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ ഹാഫ് ആയിരിക്കും ആൻസറായിട്ട് വരിക. 80യുടെ ഹാഫ് എന്ന് പറയുന്നത് 40 ആണ്. അപ്പം നമുക്കിവിടെ സംഖ്യകളുടെ എക്സ് എന്ന നമ്പേഴ്സിന് നമുക്ക് കിട്ടി, എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 40 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ y, ഏതാണ് നമ്മുടെ y എന്ന നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോഴാണല്ലോ അതിൻ്റെ സമ്മ് 68 ആണെന്നും ഡിഫറൻറ്റ് 12 ആണെന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ നമുക്കിനി y കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് 2 സമവാക്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ, 2 ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഇക്വേഷൻസിൽ എക്സിൻ്റെ പ്ലേസിൽ നമ്മുടെ 40 എന്ന നമ്പർ കൊടുക്കുക, എക്സിൻ്റെ പ്ലേസിൽ 40 കൊടുക്കുക. ഓക്കെ, അവർ മൈനസ് നിങ്ങൾ എടുക്കേണ്ട, നിങ്ങൾക്ക് വെറുതെ അവിടെ സൈനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, പ്ലസ് എടുത്തോളൂ. എന്നിട്ട് അവിടെ 40 ആഡ് ചെയ്യും. എക്സ് 40 ആണ്. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 68. ഓക്കെ, വൈയുടെ എക്സിൻ്റെ വാല്യൂ 40, എക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് 40 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 68 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് വൈയുടെ വാല്യൂ മാത്രമാണ് അല്ലേ. നമുക്ക് ഈ 40 ഇവിടെ ആവശ്യമില്ല, നമുക്ക് വൈൻ്റെ വാല്യൂ മാത്രം കിട്ടിയാൽ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വൈയെ മാത്രം നമ്മുടെ ഈക്വലിൻ്റെ ഇവിടെ വെക്കുക, വൈ കണ്ടുപിടിക്കാൻ. 68 ഓൾറെഡി റൈറ്റ് സൈഡിലുണ്ട്, 68 നമ്മുടെ വലത് സൈഡിൽ നമുക്ക് 68 അവിടെ കിടക്കുന്നുണ്ട്. ഇനി ഇവിടെയുള്ള നമ്പർ 40 ആണ്. 40ക്ക് ഇവിടെ വരുന്നത് പ്ലസ് ആണ് അല്ലേ, പ്ലസ് ആണ് ഇവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ പ്ലസ് ആണെങ്കിൽ അത് ഓപ്പോസിറ്റിലേക്ക് പോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും. അപ്പം ഇവിടെ 40 പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് 40 ആയിട്ട് മാറും. 68ൽ നിന്ന് 40 മൈനസ് ചെയ്യും.
68 നിന്ന് 40 മൈനസ് ചെയ്യാം. 8 മൈനസ് 0 8, 6 മൈനസ് 4 2, 28 ആണ് നമുക്ക് കിട്ടുന്നത്. 28. അപ്പം നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ സംഖ്യകൾ എന്ന് പറയുന്നത് x is equal to 40 ആൻഡ് y is equal to 28. ഇത് രണ്ടുമാണ് നമുക്കിവിടെ തന്നിട്ടുള്ള ഈ 2 ഡിജിറ്റ്സ്, ഈ 2 നമ്പേഴ്സ് എന്ന് പറയുന്ന ഈ നമ്പേഴ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.